ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധമായ വചനത്തിൻ്റെ കേൾവിയിലും അനുഭവത്തിലുമായിരിക്കാൻ നമുക്കിടയാക്കിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇതുവരെ കരുണയോടെ നമ്മളെ കാത്ത ദൈവം, ഇതുവരെ കരുതലോടെ നമ്മെ സഹായിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം. ദൈവമേ, ശക്തനായ കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി മുഖാന്തരം ഇതുവരെ ഞങ്ങളെ ജീവിപ്പിച്ചല്ലോ നാഥ. ഇനിയും അങ്ങ് കരുണയോടെ കരുതി കാവലാക്കി കാക്കണം കർത്താവേ. അങ്ങയുടെ മാലാഖമാരെ ശത്രു സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷകരാക്കി നിയമിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഇരിപ്പിടങ്ങളെ, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ ജോലിസ്ഥലങ്ങളെ, അധ്വാന മേഖലകളെ തമ്പുരാനെ അങ്ങ് പൂർണ്ണമായി സംരക്ഷണ കോട്ടയിലേക്ക് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയും വിശുദ്ധ മാലാഖമാരും സകല വിശുദ്ധരും ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിങ്ങളോടൊത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ജീവിത ക്ലേശങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ്. ജീവിത ക്ലേശങ്ങളെ എങ്ങനെ നേരിടാം? നമുക്ക് സാധാരണയായിട്ട് അടിക്കടി ജീവിത പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ നമ്മെ നിരാശയിലേക്കൊക്കെ വഴി നടത്തുന്നു. എന്നാൽ 3 തരത്തിൽ വാസ്തവത്തിൽ നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ശത്രുപീഠയിലൂടെ. ശത്രുപീഠ എന്ന് പറയുമ്പോൾ അത് 2 വിധത്തിലാകാം. മനുഷ്യരാകുന്ന ശത്രുക്കളിൽ നിന്ന്, പിശാചാകുന്ന ശത്രുവിൽ നിന്ന്, ഇങ്ങനെ 2 തരത്തിലും നമുക്ക് ശത്രുവിൽ നിന്ന് പീഡയുണ്ടാകാം. മൂന്നാമത്തെ കാര്യം നമ്മുടെ സ്വയം കൃതമായ അനർത്ഥങ്ങളാണ്. നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന നമ്മുടെ തന്നെ ക്ലേശങ്ങൾ, അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നത്. സ്വയം കൃതാനർത്ഥങ്ങൾ, ശത്രുപീഡ, അത് ഒന്ന് മനുഷ്യരിൽ നിന്ന്, ഒന്ന് പിശാചിൽ നിന്ന്. സ്നേഹമുള്ളവരെ, ഇതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം? പലപ്പോഴും വളരെ ഉത്സാഹത്തോടെ, വളരെ ശ്രദ്ധയോടെ നമ്മളായിരുന്നിട്ടും ഈ വക ക്ലേശങ്ങൾ നമ്മെ പിടിമുറുക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് അതിജീവിക്കാം? ഇവിടെ നിങ്ങളോടൊത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് 3 തരത്തിൽ ഈ ക്ലേശങ്ങളെ അതിജീവിക്കാം. അതിനുള്ള പദ്ധതിയാണ് തിരുവചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഒന്നാമത്, വിശുദ്ധമായ തിരുവചനത്തിൻ്റെ ശക്തിയാൽ തന്നെ. അതിനപ്പുറമായിട്ട് മറ്റൊരു ശക്തിയോ അതിനപ്പുറമായിട്ട് മറ്റൊരു പോംവഴിയോ ഈ ക്ലേശങ്ങളെ അതിജീവിക്കാനില്ല. ഭൂമിയിൽ ആര് എങ്ങനെ നമ്മെ സഹായിച്ചാലും ഈ തിരുവചനത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ അലങ്കരിക്കപ്പെടുമ്പോൾ, ഈ തിരുവചനത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ സംരക്ഷിക്കപ്പെടുമ്പോൾ അതിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. സ്നേഹമുള്ളവരെ, വചനം പഠിപ്പിക്കുന്നു 3 തരത്തിൽ ക്ലേശങ്ങളെ അതിജീവിക്കാൻ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഒന്നാമത്തെ അതിജീവനത്തിൻ്റെ മാർഗം തിരുവചനത്തിലുള്ള ആശ്രയമാണ്. എങ്ങനെയാണ് വചനം നമുക്ക് ബലം തരുന്നത്? ജോബിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു. 24-ാം അധ്യായം 13-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു: പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. എന്താണാവോ ഈ പ്രകാശത്തിൻ്റെ വഴി? പ്രകാശത്തിൻ്റെ വഴി എന്നാൽ അത് കർത്താവായ യേശു മശിഹായുടെ വഴിയാണ്. ദൈവം കൽപ്പിച്ചു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു.
സ്നേഹമുള്ളവരെ, ആ വഴി, പ്രകാശത്തിൻ്റെ വഴി എന്നുള്ളത് യേശുവിൻ്റെ വഴിയാണ്. പ്രകാശത്തിൻ്റെ വഴി എന്നുള്ളത് തിരുവചനത്തിൻ്റെ വഴിയാണ്. ഈ തിരുവചനത്തിൻ്റെ വഴി അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വഴി പരിചരിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് ധാരാളം ഇങ്ങനെയുള്ള ആളുകളെ കാണാം. ഇങ്ങനെയുള്ളവർക്ക് വചനത്തിൻ്റെ ശക്തി സ്വീകാര്യമല്ല, അല്ലെങ്കിൽ അവർക്കത് പ്രാപ്യമല്ല, അവർക്കതിനെ നേടാൻ കഴിയില്ല. കാരണം അവരതിനെ എതിർക്കുകയാണ്. ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചും എതിർക്കുന്നവർ നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വളരെ ശാന്തമായി അവരിൽ ഇടപെടും. പിന്നീട് നിങ്ങൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാൻ അവർക്ക് ഇടയാകും. ചില സന്ദർഭങ്ങളിൽ ഇത്രയും പറഞ്ഞതല്ലേ എന്നുള്ള ബോധ്യത്തോട് തന്നെ ദൈവിക വഴിയിലേക്ക് അവർ തിരിഞ്ഞേക്കാം. പ്രാർത്ഥനയ്ക്കായിട്ടും വചനത്തിൻ്റെ കേൾവിക്കായിട്ടും അവർ ഒരു നിമിഷമെങ്കിലും ശ്രദ്ധ വച്ചേക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, അല്ലാതെ അവരെ തള്ളിക്കളയലല്ല നമ്മുടെ മാർഗം. നമുക്ക് അഭിലഷണീയമായിട്ടുള്ളത് പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ടെങ്കിൽ അവരെ തിരിച്ചു വരുത്തുക എന്നുള്ളതാണ്. ഇവിടെ സങ്കീർത്തനം 119 സങ്കീർത്തനത്തിൻ്റെ 130 തിരുവചനത്തിൽ വ്യക്തമായിട്ട് സങ്കീർത്തനക്കാരൻ കൽപ്പിക്കുന്നു, പറയുന്നു, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. എളിയവർക്കത് അറിവ് പകരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ തിരുവചനത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ, ഈ തിരുവചനത്തിൻ്റെ കേൾവിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ, ഈ തിരുവചനത്തിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിവ് ലഭിക്കുകയാണ്. ജീവിത ക്ലേശങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ധാരണയും നിങ്ങൾക്ക് ലഭ്യമാവുകയാണ്. അത് നമ്മുടെ ആരുടെയും മിടുക്കല്ല, ദൈവത്തിൻ്റെ വലിയ ദാനമായി ഒരു പുതിയ തുറവി ആത്മാവ് നമ്മെ വഴി നടത്തുകയാണ്. നോക്കൂ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ, വചനം തുറന്ന് വായിക്കുമ്പോൾ, വചനം ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രകാശം പരക്കുന്നു. പ്രകാശം പരക്കുന്നു. പ്രകാശത്തിൻ്റെ വഴി നേരത്തെ നമ്മൾ കണ്ടു ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ, പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കാത്തവർ, അതിൽ കൂടെ സഞ്ചരിക്കാത്തവർ. അതെ, ഇവിടെ അത് പ്രകാശത്തിൻ്റെ വഴി എന്നുള്ള വചനത്തിൻ്റെ വഴിയാണ്, യേശുവിൻ്റെ വഴിയാണ്. ആ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുകയാണ്. നോക്കൂ, ജീവിതത്തിൽ ഇരുട്ടിൽ തപ്പുന്ന പല സന്ദർഭങ്ങളും നമുക്കുണ്ടായേക്കാം. ഇനി എന്ത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? വലിയ ഇരുള് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച് വലയം ചെയ്യുമ്പോൾ വചനം നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കും. ക്ലേശത്തെ അതിജീവിക്കാൻ, ക്ലേശങ്ങളെ മറികടക്കാൻ വചനത്തിൻ്റെ പ്രകാശം നമുക്ക് എന്നും പ്രചോദനമാണ്, വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തീർച്ചയായും ഈ തിരുവചനം നിങ്ങളെ സഹായിക്കും, നിങ്ങളെ വഴി നടത്തും. റോമാലേഖനം 8 26 തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം മാധ്യസ്ഥം വഹിക്കുകയാണ്. വചനം വായിക്കുമ്പോൾ ഈ ആത്മാവ് പ്രകാശപൂരിതമായി തീരുകയാണ്. അങ്ങനെ നമ്മൾ ആ ജീവിത ക്ലേശങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തരായി ഭവിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയോ ചിന്തയോ കഴിവോ സാമർഥ്യങ്ങളോ ഒന്നുമല്ല
ദൈവം പരിഗണിക്കുന്നത്. നോക്കൂ, നമ്മൾ കണ്ടു കഴിഞ്ഞു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. 119 സങ്കീർത്തനത്തിൻ്റെ 130 തിരുവചനത്തിൽ നമ്മൾ കണ്ടതാണ്, വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ദൈവത്തിൻ്റെ ദാനമായിട്ട് നമ്മിലേക്ക് തിരിയുകയാണ്. ഇനിയും നോക്കൂ, റോമാലേഖനം 9 6 തിരുവചനം. അവിടെ പറയുന്നു, 6 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരാജയം എന്തെന്നറിയാത്തതാണ് ദൈവവചനം. അത് പ്രകാശത്തിൻ്റെ വഴിയാണ്, അത് അനുഗ്രഹത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് ആ വചനം പരാജയപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടുന്നില്ല. 2 തിമോത്തിയുടെ ലേഖനം 3 16 തിരുവചനം നമ്മൾ വായിക്കുകയാണ്. 2 തിമോത്തി 3:14 നമ്മൾ വായിക്കുകയാണ്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ദൈവത്താൽ ശാസ്യമായിട്ടുള്ള, ദൈവത്താൽ അവരോധിക്കപ്പെട്ടുള്ളതാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടുള്ളതാണ് ഈ തിരുവചനങ്ങളെല്ലാം. ദൈവവചനം, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും അത് ഉപകരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ജീവിത ക്ലേശങ്ങളെ അതിജീവിക്കാൻ 3 മാർഗം. അതിൽ 1-ാമത്തെ മാർഗത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്, 1-ാമത്തെ മാർഗം ഇതാണ്, തിരുവചനത്തിൻ്റെ ശക്തിയാൽ, തിരുവചനത്താൽ. തിരുവചനം എല്ലാം ദൈവനിവേശിതമാണ്. തിരുവചനം ദൈവനിവേശിതമാണെന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ്? അവ പ്രബോധനത്തിന്, നീ ആഗ്രഹിക്കുന്ന നിൻ്റെ ബുദ്ധിയുടെ തെളിച്ചത്തിന്, നിനക്ക് കാഴ്ചപ്പാടുണ്ടാകുന്നതിന്, നിൻ്റെ അറിവും വിജ്ഞാനവും വലുതാകുന്നതിന്, നിന്നെ ശാസിക്കുന്നതിന്, നിന്നെ നന്മയിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിന്, നിന്റെ തെറ്റുകളെ തിരുത്തുന്നതിന്, തെറ്റുതിരുത്തലിനും, ഇനിയും പറയൂ, നീതിയിലുള്ള പരിശീലനത്തിനും അവ ഉപകരിക്കുന്നു. 2 തിമോത്തിയുടെ ലേഖനം 3 16 തിരുവചനത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ നിനക്ക് പ്രബോധനത്തിന് ഉതകുന്നു, അവ നിനക്ക് നിൻ്റെ ശാസനത്തിന് ഉപകരിക്കുന്നു, അത് നിനക്ക് തെറ്റുതിരുത്തലിന് മുഖാന്തരമായി തീരുന്നു, നീതിയിലുള്ള പരിശീലനത്തിന് അത് ഉപകരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ശക്തിയാൽ ജീവിത ക്ലേശങ്ങളെ എളുപ്പത്തിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിൻ്റെ ജീവിത ക്ലേശങ്ങളെ നിനക്ക് അതിജീവിക്കണമെങ്കിൽ, ഓവർകം ചെയ്യണമെങ്കിൽ, നീ അടിസ്ഥാനപരമായിട്ട് വചനത്തിൽ ആശ്രയിക്കുക. നീ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാലിക്കുന്നവരും അനുഗ്രഹീതരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി വിശുദ്ധ യോഹന്നാനോട് കൽപ്പിക്കുകയാണ്. അതാണ് യോഹന്നാൻ വ്യക്തമായിട്ട് എഴുതിയത്. ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാടാണ് ഇവിടെ ആ ആരംഭ വചനത്തിൽ നമ്മൾ കാണുന്നത്. വലിയ ഒരു വെളിച്ചമാണ്, പ്രകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, 2-ാമത്തെ മാർഗം എന്താണ്? 2-ാമത്തെ മാർഗം യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തത്തിലുള്ള ബോധ്യവും. തിരുരക്തത്തിൻ്റെ ശക്തിയാലും യേശുമിശിഹായിലുള്ള വിശ്വാസത്താലും നമ്മുടെ ജീവിതക്ലേശങ്ങളെ നമുക്ക് വേഗത്തിലും എളുപ്പത്തിലും അതിജീവിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, 2 തിമോത്തിയുടെ ലേഖനം 3 15 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ.
യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നീ ജ്ഞാനിയാകും, നീ രക്ഷ പ്രാപിക്കും. അതിനെ നിന്നെ ജ്ഞാനിയാക്കുന്നത് ഈ തിരുവചനമാണ്. വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനമായ ദൈവം, അതായത് കർത്താവായ യേശു മിശിഹ, ആ യേശു മിശിഹായിലുള്ള വിശ്വാസത്താൽ നീ രക്ഷ പ്രാപിക്കും. നിൻ്റെ ജീവിത ക്ലേശങ്ങളെ വേഗത്തിലും എളുപ്പത്തിലും നിനക്ക് അതിജീവിക്കാൻ കഴിയും. അനുഗ്രഹിക്കപ്പെട്ടവരെ, വാസ്തവത്തിൽ ധാർമ്മികമായ അല്ലെങ്കിൽ ധർമ്മകാര്യങ്ങൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും, നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെ എല്ലാ സഭകളും പഠിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം 10 കൽപ്പനകൾ പാലിച്ചാലോ പുണ്യപ്രവൃത്തികൾ ചെയ്താലോ ധാർമ്മികമായ ജീവിതം നയിച്ചാലോ മാത്രം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്, അവൻ ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. കർത്താവായ യേശു മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ഒരുത്തന് രക്ഷ പ്രാപിക്കാൻ സാധിക്കൂ എന്ന് ഇവിടെ ഈ വചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം, വചനം ഇങ്ങനെയാണ്: മറ്റാരിലും രക്ഷയില്ല, മറ്റൊരു വഴിയിലും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശു നാമത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ, പ്രയാസങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു. യേശു നാമം ഉച്ചരിക്കുമ്പോൾ പിശാചിനാലും മനുഷ്യരാലും നമുക്ക് വന്നു ചേരുന്ന ജീവിത ക്ലേശങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു. സ്വയംകൃതമായ നമ്മൾ തമ്മിൽ തന്നെ വരുത്തി വയ്ക്കുന്ന അനർത്ഥങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന ക്ലേശങ്ങളെല്ലാം യേശുവിൻ്റെ വലിയ സഹായത്താൽ നമ്മിൽ നിന്ന് നീങ്ങിപ്പോവുകയാണ്. ഇനിയും തീർന്നില്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനത്തിൽ അവിടെ ഒരു കാരാഗ്രഹ പ്രമാണി ഒരു ചോദ്യം ചോദിക്കുകയാണ്. പരിശുദ്ധനായ ശ്ലീഹ, ദൈവത്താൽ നേരിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട്, കർത്താവായ യേശു മിശിഹായിൽ നിന്ന് നേരിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധനായ പൗലോസ്ലീഹായും ശീലാസും കൂടെ തടവറയിലായിരിക്കുമ്പോൾ, അവർ ക്ലേശത്തിലായിരിക്കുമ്പോൾ, അവർ ദുഃഖത്തിലും വ്യഥയിലുമായിരിക്കുമ്പോൾ, വേദനയിലായിരിക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചു. പൗലോസും ശീലാസും അർദ്ധരാത്രിയോട് അടുത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൈവത്തെ പാടി സ്തുതിച്ച് സ്തോത്രം ചെയ്യപ്പോൾ, അതിനുവേണ്ടി തെറ്റിലും പാപത്തിലും അധർമ്മത്തിലുമൊക്കെ പിടിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന ജനം ഈ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ദൈവസ്തുതിയിൽ പങ്കാളികളായി കേൾവിക്കാരായിരുന്നപ്പോൾ അവരുടെ ബന്ധനങ്ങൾ വിച്ഛേദിക്കപ്പെടുകയാണ്, അഴിയപ്പെടുകയാണ്. അങ്ങനെ ജയിലിലുള്ളവരെല്ലാം പുറത്തായി. ഉടനെ കാരാഗ്രഹ പ്രമാണി വന്ന് പറയുകയാണ്, അവൻ ആത്മഹത്യക്കൊരുങ്ങുകയാണ്. അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. 27-ാമത്തെ വചനം നമ്മൾ വായിക്കുകയാണ്. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. നോക്കൂ, അവനും ഒരു ക്ലേശത്തിലായപ്പോൾ അവനെയും ആശ്വസിപ്പിക്കുകയാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധനായ അഭിഷിക്തൻ. നീ അധർമ്മമോ അക്രമോ ഒന്നും കാണിക്കരുത്, നീ സാഹസമൊന്നും കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൻ അകത്തേക്കൂടി. അവൻ വന്നിട്ട് ചോദിക്കുകയാണ്, യജമാനന്മാരെ എന്നാണ് വിളിക്കുന്നത്. യജമാനനായി തടവുകാരെ പാലിക്കുന്ന യജമാനൻ തടവുകാരെ തിരിച്ചു വിളിക്കുകയാണ്, യജമാനന്മാരെ. എന്നിട്ട് പറയുന്നു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ആ കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരനായ ആ പ്രമാണി ചോദിക്കുന്നത്. ഉടനെ പൗലോസ് കൊടുക്കുന്ന മറുപടി എന്താണ്? നോക്കൂ, അവർ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ കർത്താവായ യേശു മിശിഹായിലുള്ള വിശ്വാസത്താൽ ഞാൻ രക്ഷ പ്രാപിക്കുമ്പോൾ എൻ്റെ കുടുംബം,
ഞാൻ പ്രവർത്തിക്കുന്ന മേഖല, എൻ്റെ അധ്വാനത്തിൻ്റെ മേഖല, എൻ്റെ ശുശ്രൂഷയുടെ മേഖല എല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവായ യേശു മിശിഹായിലുള്ള വിശ്വാസം വഴി നമ്മൾ രക്ഷ പ്രാപിക്കുന്നു. ഇനിയും നമുക്കറിയാം 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനത്തിൽ, കർത്താവായ യേശു മിശിഹായിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനിയും തീർന്നില്ല. നമുക്കറിയാം കർത്താവായ യേശു മിശിഹായുടെ തിരുരക്തത്തിൻ്റെ ശക്തി. എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു മിശിഹാ തമ്പുരാൻ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കൺതുറന്നത് മുതൽ കാൽവരിയിൽ തൻ്റെ കരള് കുത്തി തുറക്കപ്പെട്ടതുവരെ ക്ലേശവും വേദനയും പ്രയാസവും മാത്രമേ സഹിച്ചിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും അനുഗ്രഹമുള്ളവരായി ജീവിക്കാനാണ് കർത്താവായ യേശു മിശിഹാ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കണ്ണു തുറന്നത്, കാൽവരിയിൽ കരള് കുത്തിത്തുറക്കപ്പെട്ട് യാഗമായി തീർന്നത്. നോക്കൂ, ആ ജീവിതകാലം മുഴുവനും എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഇന്നും മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കാരുണ്യവാനായ കരുണാമയനായ കർത്താവ് യേശു മിശിഹ, അവൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ആ തിരുരക്തം നമ്മെ ശുദ്ധീകരിക്കുകയാണ്. എബ്രായ ലേഖനം 9, 10, 13 അധ്യായങ്ങളെല്ലാം ഈ കർത്താവായ യേശു മിശിഹായുടെ തിരുരക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മെ പ്രബോധിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ, സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വച്ച് പീഡനമേറ്റു. അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവായ യേശു മിശിഹായുടെ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കാൻ, നമ്മൾ അനുഗ്രഹീതരാകാൻ ആ കർത്താവായ യേശു മിശിഹ നമ്മെ ശുദ്ധീകരിക്കുകയാണ്. അവിടെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വചനം, യേശു ക്രിസ്തു അന്നും ഇന്നും, അതായത് ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അന്ന് കാൽവരിയിൽ യാഗമായി തീർന്ന് ആ രക്തത്തിൻ്റെ ശക്തി അന്ന് തീർന്നോ? ഇല്ല. അന്നത്തെ ആ രക്തത്തിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി ഇന്നും എന്നിലും നിങ്ങളിലും കുടികൊള്ളുകയാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്കായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, തിരുവചനത്തിലൂടെ കർത്താവായ യേശു മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ 3-ാമത്തെ വശം നമ്മുടെ സ്വന്തം സുഹൃത അല്ലെങ്കിൽ സാക്ഷ്യ ജീവിതത്താൽ നമുക്ക് ജീവിത ക്ലേശങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. വിശുദ്ധ വചനത്തിൽ കൊലോസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം മുതൽ നമ്മെ അവിടെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ചില നിയമങ്ങൾ നമുക്ക് അനിവാര്യമാണ്. ആ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ അസാൻമാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധനയായ ദ്രവ്യാസക്തി ഇതെല്ലാം വെടിഞ്ഞുകൊണ്ട് അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം ഇവയെല്ലാം വർജിച്ചുകൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവീൻ. പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുക. അപ്പോൾ നമ്മൾ ജീവിത ക്ലേശങ്ങളെ വേഗത്തിലും എളുപ്പത്തിലും അതിജീവിക്കും. അതിന് നിങ്ങൾക്ക് ഈ വചനങ്ങൾ മുഖാന്തരമാകട്ടെ. തിരുവചന ശക്തി നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലകളെ വണക്കി കാരുണ്യവാനായ കർത്താവായ യേശു മിശിഹായിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമേ, കരുണയുള്ളവനായ കർത്താവ് യേശു മിശിഹായെ, ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാഥ കർത്താവേ, യേശു മിശിഹായെ ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. വചനമായ യേശുവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു.
അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളായിരിക്കുന്ന കുടുംബങ്ങളെയും ഞങ്ങളുടെ അധ്വാനങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയെ പ്രസവിച്ച പരിശുദ്ധ മാതാവും അങ്ങേക്ക് വേണ്ടി ജീവിച്ച സകല വിശുദ്ധന്മാരും സകല വിശുദ്ധ മാലാഖമാരും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഉത്തരവരുളി സഹായിക്കുമാറാകണമേ. ആമേൻ. Never